നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മാസങ്ങളായി തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ചകളാണ് കേരളത്തിലുടനീളം. 2 മാസത്തിലധികമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് BJPയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുമൊക്കെയാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് താനാണ് നേമത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത്. പലയിടത്തും പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ആണെന്ന് വ്യക്തമാവുകയും കെ സുരേന്ദ്രൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തൃശ്ശൂരിൽ പത്മജ, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ അടക്കമുള്ളവർ ഒക്കെ പ്രചരണ രംഗത്ത് ഇപ്പോൾ സജീവമായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഏകദേശം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രഖ്യാപിക്കാൻ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷമാണ് പ്രഖ്യാപനം, അതിനുശേഷമേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും CPM മണിക്കൂറുകൾക്കകം അവരുടെ സ്ഥാനാർത്ഥിയെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതുമുണ്ട് എന്ന് വ്യക്തമാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുകേഷ്, അതുപോലെ തന്നെ AN ഷംസീർ, MM മണി അടക്കമുള്ളവർ പുറത്തായി എന്നുള്ളതാണ്. അതിൽ ചിലപ്പോ ഒരുപക്ഷെ മുകേഷിനെ ഇത്തവണ മത്സരിപ്പിക്കില്ല എന്ന് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. എങ്കിലും CPMന്റെ അവസ്ഥ വെച്ച് അങ്ങനെ ഒരു ധാരണ വെച്ച് പുലർത്തുന്നത് ശരിയല്ല. സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടാലും അവർ തീവ്രത കുറഞ്ഞ പീഡനമാണോ തീവ്രത കൂടിയ പീഡനമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വീണ്ടും മത്സരിപ്പിക്കാൻ കളമൊരുക്കുന്നതും അവരെ ഏതെങ്കിലും സ്ഥാനത്തൊക്കെ അവരോധിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ മുകേഷ് വളരെ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. അതുകൊണ്ടായിരിക്കാം ഇത്തവണ മുകേഷിന് പരാജയം ഉറപ്പാണ് എന്ന് മനസ്സിലായതുകൊണ്ടാവാം ഒരുപക്ഷെ മുകേഷിനെ ഇത്തവണ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെറും 2072 വോട്ടിൽ കഷ്ടിച്ച് വിജയിച്ചു പോകുന്ന ആളാണ് സിനിമാ നടൻ മുകേഷ്. അതുകൊണ്ട് തന്നെ ഈ വട്ടം കൊല്ലത്ത് മുകേഷിന് സീറ്റ് കൊടുക്കുകയുമില്ല. മുകേഷിനെതിരെ ഉയർന്ന സ്ത്രീപീഡന ആരോപണങ്ങളെ തുടർന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തലശ്ശേരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവും അട്ടിമറിയുമായി തോന്നുന്നത് ഷംസീറിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവസാന നിമിഷം സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വീണ ജോർജിന്റെ റെയിൽവേ സ്റ്റേഷനിലെ നാടകത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു ഷംസീർ എന്ന് മറന്നുകൂടാ. പക്ഷേ എങ്കിലും പാർട്ടി ഷംസീറിനെ തഴഞ്ഞു. കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഷംസീറിനെ വെട്ടിയൊതുക്കുന്നത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. KK ശൈലജയും അതുപോലെ തന്നെ പേരാവൂരാണ് ഇക്കുറി ജനവിധി തേടുന്നത്. മട്ടന്നൂർ വേണമെന്ന KK ശൈലജയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതേയില്ല. വേണമെങ്കിൽ പേരാവൂരിൽ മത്സരിച്ചോളൂ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോളൂ എന്നതായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. നേതൃത്വം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നിലപാട്. ഏതായാലും KK ശൈലജയും AN ഷംസീറിനെയും ഒക്കെ വെട്ടുന്നത് തനിക്കും തന്റെ മരുമകനും വേണ്ടിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. പിണറായി വിജയന്റെ മരുമകനും വേണ്ടി തീർച്ചയായും ഷംസീറിനെയും അതുപോലെ തന്നെ KK ശൈലജയും വെട്ടുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തലശ്ശേരിയിലെ കുപ്രസിദ്ധമായ ഫസൽ വധക്കേസിലെ പ്രതി കൂടിയായിരുന്ന കാരായി രാജനാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്താണ് CPMന്റെ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് സീറ്റില്ലെങ്കിലും MV ഗോവിന്ദൻ കുടുംബത്തിലൂടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. കുടുംബാധിപത്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി കുടുംബാധിപത്യത്തിന് പൂർണ്ണമായും അടിമപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ആന്തൂറിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ പഴികേക്കേണ്ടി വന്ന നഗരസഭാധ്യക്ഷയായിരുന്നു ശ്യാമളയെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ എന്താണ് നൽകുന്ന സന്ദേശം? എന്നാൽ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന ഒരു നേതാവായിരുന്ന PP ദിവ്യ എങ്ങനെയാണ് ഇല്ലാതായത്, ദിവ്യക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യവുമാണ്. പക്ഷേ ഈ ആന്തൂർ സാജന്റെ ഇതുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയായിരുന്നു ശ്യാമളയെങ്കിൽ അതേ ആരോപണ വിധേയായ ദിവ്യയെ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. CPMൽ നിന്ന് S രാജേന്ദ്രൻ BJPയിലേക്ക് പോയതോടുകൂടി അവിടെ ഇടുക്കിയിൽ MM മണിക്ക് സീറ്റ് കിട്ടും എന്നാണ് വിചാരിച്ചിരുന്നത്. MM മണി അതിന് ഏതാണ്ട് മാനസികമായി തയ്യാറെടുത്ത് നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കളെ എല്ലാം തെറിവിളിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് MM മണിക്ക് സീറ്റ് കൊടുക്കാതെ നേരത്തെ ഉണ്ടായിരുന്ന ജയചന്ദ്രന് സീറ്റ് നൽകുന്നത് നമ്മൾ കാണുന്നത്. CPMന്റെ മുൻ MLA ആയിരുന്ന KK ജയചന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. പൊന്നാനിയിലെ സിറ്റിംഗ് സീറ്റ് MLA P നന്ദകുമാറിനെ ഒഴിവാക്കി പകരം AK സക്കീറിനെയാണ് പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ആലത്തൂരിൽ KD സതീശന് പകരം
TM ശശിയെ മത്സരിപ്പിക്കുന്നു. ഇത്തവണ മത്സരിക്കാനില്ല എന്ന് പാർട്ടിക്ക് കത്ത് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച KT ജലീലിനെ വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പാലക്കാട് CPM സ്ഥാനാർത്ഥി ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ KK ശൈലജയെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മട്ടന്നൂരിൽ സീറ്റ് നൽകാതെ പേരാവൂരിൽ കൊണ്ടുപോയിരിക്കുന്നു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മത്സരിക്കുന്നത്. അവിടെ ഏകദേശം KK ശൈലജ പരാജയം അറിയാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പേരാവൂരിലേക്ക് ശൈലജയെ അയച്ചു എന്നാൽ തോക്കുകയും വേണം. അതാണ് പിണറായി വിജയന്റെ ആ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും മട്ടന്നൂരിൽ VK സനോജിനാണ് സീറ്റ് നൽകിയിട്ടുള്ളത്. ശൈലജ മത്സരിക്കുന്നത് തീർച്ചയായും ശൈലജയ്ക്ക് തോക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. വടകരയിൽ തോറ്റു, വീണ്ടും ഒരു തോൽവി കൂടി വന്നാൽ അവരുടെ ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജ് നഷ്ടപ്പെട്ടു പോകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ CPM അവരെ വീണ്ടും തോൽക്കാൻ അയച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇത്രയൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും എന്തൊക്കെ ചെയ്താലും പിണറായി വിജയൻ ധർമ്മടത്തുനിന്ന് ജയിക്കും. പക്ഷേ പിണറായി വിജയന്റെ മരുമകനും ബാക്കിയുള്ളവരും അടക്കമുള്ളവരുടെയൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ള നേതാക്കന്മാരെ എല്ലാം വെട്ടിയൊതുക്കുന്നതും ഇല്ലാതാക്കുന്നതുമൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയിൽ സജീവ ചർച്ചയുമാണ്.